അംബികേച്ചി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ. എന്ത് സീരിയസ്? നമുക്ക് ഈ ഡ്രാമ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് മടുത്ത് ചേച്ചി. മനസ്സിലായില്ല. ഞാനെല്ലാം പ്രതാപവർമ്മ സാറിനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനെ ചീറ്റ് ചെയ്ത കേസ് തീരും വരെ നീ എവിടെ പോയാ ഒളിക്കുന്നേ? മരുമോൾ എന്നെ പൂട്ടിയിട്ടേക്കുവാ മോനെ. ഒരാഴ്ചയായിട്ട് എനിക്ക് ആഹാരം തരുന്നില്ല. എന്റെ അമ്മയെക്കാട്ടി വലുതായിട്ട് ഈ ലോകത്ത് എനിക്ക് വേറൊന്നുമില്ല. അയ്യോ, എന്റെ അമ്മയുടെ ജീവന് ഒരു ആപത്തും വരാൻ പാടില്ല. എന്റെ അമ്മയില്ലാത്തൊരു ലോകം എനിക്കില്ല. ഈ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ജീവന് വേണ്ടി അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. എടുക്കുമെങ്കിലേ ഡിവോഴ്സിന്റെ പെറ്റീഷൻ കൊടുക്ക്. ഇവിടെ സൈൻ ചെയ്തോ. ഓ, ഇവിടെ പിന്നെ അപ്പുറത്തോ. മതിയോ? മതി. വക്കീലേ, എന്നാ ഞാൻ പോയി കിടന്നോട്ടെ. അതിനെന്താ, ഹരീഷ് ചെല്ല്. മോനെ അമ്മ പിടിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ നീക്കാം. ഞാൻ ഇറങ്ങട്ടെ രുക്മിണി. ശരി. ശരി. ഓ, എന്റെ ഭഗവാനേ, നീ കാത്ത് രക്ഷിച്ചല്ലോ. അയ്യോ, എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അളിയാ, ആ വള്ളിക്കെട്ട് രുക്മിണിയാ വിളിക്കുന്നത്. എടളിയാ. ഹലോ ആന്റി. താങ്ക് യു മക്കളെ, താങ്ക് യു. ആ, എടാ മോനെ, എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ആ, അതെ, എന്റെ മോൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിടാ. ആണോ? വെരി ഗുഡ് ആന്റി, വെരി ഗുഡ്. ഞങ്ങളെ മറക്കല്ലേ. അത് കൊള്ളാം, നിങ്ങളെ ഞാൻ മറക്കോടാ. ശരി ആന്റി. ഓക്കെ, ശരിയടാ. എടാ, അവന്റെ ജീവിതം കട്ടപ്പോകയാന്ന്. അവൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോന്ന്. എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവന്റെ കല്യാണം ഞാൻ നടത്തും. രുക്മിണിയോടാ കളി. ഋതു, നീ ഇപ്പൊ വല്ലാണ്ട് മൂഡ് ഓഫാ. ആ മൂഡ് ഓഫ് ഇവിടെ കാണിക്കരുത്. എനിക്കെങ്ങനെ ആക്ട് ചെയ്യാനൊന്നും അറിയില്ല രാജു. മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെന്റെ ഫേസിൽ കാണും. പ്ലീസ് ഋതു, നീ മൂഡ് ഓഫ് ആയാലേ അത് ഇവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കും. രണ്ടുപേരോടും മാറി മാറി ചോദിക്കും. പ്രത്യേകിച്ചും എന്റെ അച്ഛനും അമ്മയും. അതിന് എന്ത് മറുപടി നമ്മൾ പറയും? പിന്നെ ഞാനും ഋതുവും തമ്മിൽ എന്തെങ്കിലും വഴക്കാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. പ്ലീസ്. ഞാൻ ശ്രമിക്കാം. രാജു, ഞാനിപ്പോ വരാം. നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? അല്ല, ഞാൻ വിഷമിക്കുന്നൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും ശരിയാവും. ഹരീഷ് വളരെ നല്ലവനാ. അവന് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എന്നോട് ഋതുവിനോടും നേരിട്ട് പറഞ്ഞല്ലേ. നീ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് കലക്കരുത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. വേദനയും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത്
ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ അതെല്ലാം ശരിയാകുമെന്നുള്ളൊരു കോൺഫിഡൻസ്, അതാണ് നമുക്കുണ്ടാവേണ്ടത്. ദേ, ഒന്നിനും ഒരു അവസാന വാക്കല്ല. നീ സമാധാനായിട്ടിരിക്കേ. ശരി ഏട്ടാ. ഏട്ടാ, ആ, എന്താ മോളെ? ഹരീഷ് നാളെയെങ്കിലും വരുമായിരിക്കും അല്ലേ? ആ, അവൻ ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് വരും. ആ, അതൊരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കും. ദേവി, ഭഗവതി, വാ. കാലവർഷമായി. മോൻ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുത്. മഴ പെയ്യും. മോന് സുഖമില്ലാത്തതാ, കേട്ടല്ലോ. മഴ നനയരുത്. ഇല്ല ചേച്ചി, മഴ നനയില്ല. എന്നാ നിങ്ങൾ ചെല്ലേ. എന്റെ കൃഷ്ണ ഭഗവാനെ, എങ്ങോട്ടായി പോക്ക്? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ആ സംയുക്തേ, ഞാനേ നിന്റെ വിളി ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അംബികേച്ചി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ. എന്ത് സീരിയസ്? നമുക്ക് ഈ ഡ്രാമ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് മടുത്ത് ചേച്ചി. മനസ്സിലായില്ല. ഞാനെല്ലാം പ്രതാപവർമ്മ സാറിനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപനെ ചീറ്റ് ചെയ്ത കേസ് തീരും വരെ നീ എവിടെ പോയാ ഒളിക്കുന്നേ? ചന്ദ്രനിലോ അതോ ചൊവ്വയിലോ? ചേച്ചി, എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ലെന്നോ? എടി, നീ സന്തോഷിക്കല്ലേ വേണ്ടത്. ആ, നീ സ്വപ്നം കണ്ട ആളല്ലേ നിന്നെ തേടി വന്നേ. നീ മനസ്സിൽ കൊണ്ട് നടന്ന ആളല്ലേ പ്രതാപൻ. ചേച്ചി, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ? വർമ്മ സാറിന് പോലും അറിയാത്ത ചെറിയ പ്രായത്തിലുള്ള എന്റെ ഒരു സ്വപ്നം, ഒരു അവിവേകം. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ചേച്ചി എന്നല്ലേ? ഇനി എന്നെ വെച്ച് അവരുടെ ജീവിതത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ ചേച്ചി. ചേച്ചി, എന്നെ അവരെ ഒന്ന് വെറുതെ വിടും. മിണ്ടരുത് നീ.